പാങ്ങോട്, മുടവമുകൾ, പിന്നെ കുന്നപ്പുഴ, പൂജപ്പുര, കരമന, ആറ്റുകാൽ, കുഞ്ചിറവിള, കളിപ്പാങ്കുളം, നെടുങ്ങാട്, കാലടി, ഇങ്ങനെയാണ് എണ്ണി തുടങ്ങുക. കമലേശ്വരൻ, എനിക്കൊന്ന് ഇതൊക്കെ ബി.ജെ.പിയുടെ ഏകദേശം ശക്തി കേന്ദ്രങ്ങളാണ്. ആറ്റുകാൽ വരെ എത്തുമ്പോൾ കൃത്യമായ ബി.ജെ.പിക്ക് ലീഡുണ്ടാവും. ഒറ്റ കാര്യം, കാസർഗോഡ് 5 ഇടങ്ങളിൽ 3 സ്ഥലത്ത് LDF-ഉം 2 ഇടങ്ങളിൽ കണ്ണൂരിൽ പേരാവൂർ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും പുതിയ അപ്ഡേറ്റ് അനുസരിച്ചാണെങ്കിൽ കണ്ണൂരിൽ 3 UDF മറ്റുള്ളങ്ങളിൽ LDF ആണ് മുന്നിട്ട് നിൽക്കുന്നത്. താക്കോല് കിട്ടിയിട്ടുണ്ട്, സ്ട്രോങ് റൂമിന്റെ തുറന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, താക്കോല് കിട്ടി, തുറന്നു. ഉടുമ്പൻചോലയിൽ UDF-നാണ് ലീഡ്. ഉടുമ്പൻചോല UDF-നാണ് ലീഡ്. അതും വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഉടുമ്പൻചോലയിൽ UDF-നാണ് ഇപ്പോൾ ലീഡ് ഉള്ളത്. പഴയ MLA-യുടെ പേര് കൂടി പറയണം ഉടുമ്പൻചോലയിലെ. ഇപ്പൊ സേനാപതി വേണുവോടെ ലീഡ് ചെയ്യുകയാണ്. അതായത് MM മണി പിടിച്ചു വെച്ചിരുന്ന മണ്ഡലം. ഒരു കാര്യം ആലോചിച്ച് നോക്കൂ, ഈ 1 മണിക്കൂർ ആകാൻ പോവുകയാണ്. ഇപ്പോഴും കൃത്യമായി തന്നെ UDF-ന് ഒരു കംഫർട്ടബിൾ മെജോറിറ്റി പറയാൻ സാധിക്കുന്നില്ല. അതിന്റെ അർത്ഥം കേരളം അങ്ങനെ ഒരു ട്രെൻഡിലേക്ക് പോയിട്ടില്ല എന്ന് വേണം മനസ്സിലായി. എന്റെ പോയിന്റ് അതാണ്. അല്ല ശ്യാം, അത് നേരത്തെ തന്നെ പറഞ്ഞാണ്. അതായത് ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്, പക്ഷേ ഭരണവിരുദ്ധ തരംഗം ഉണ്ടായിട്ടില്ല. ബംഗാളിൽ TMC 90, BJP 91. എന്റെ അമ്മേ, TMC 90, BJP 91. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. ആവേശപ്പെടാത്ത ബംഗാള് ഈ തവണ നിയമം BJP 80 വോട്ടുകൾക്ക് ലീഡ്. നേമത്ത് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ 80 വോട്ടുകൾ. പൂജപ്പുരയിലെ ബൂത്താണ്. രഞ്ജിത്തേട്ടാ, പൂജപ്പുര നമ്മൾ പറഞ്ഞതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കുന്ന നേമത്ത് പോസ്റ്റൽ വോട്ടുകൾ മാറി ബാലറ്റ് പെട്ടികൾ എണ്ണി തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ ബോക്സുകൾ എണ്ണി തുടങ്ങുമ്പോൾ കൃത്യമായി തന്നെ ലീഡ് ഉയർത്തുകയാണ്. നമ്മൾ പറഞ്ഞതുപോലെ പൂജപ്പുര, മുടവൻമുളക് അടക്കം ഏകദേശം ആറ്റുകാൽ വാർഡ് വരെ വരുമ്പോൾ കൃത്യമായ മെജോറിറ്റി BJP-ക്ക് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവസാന റൗണ്ടുകളിൽ മാത്രമാണ് ഇടതുപക്ഷത്തിന് അല്പമെങ്കിലും മേൽക്കോയ്മയുള്ള ബൂത്തുകൾ അല്ലെങ്കിൽ മേഖലകൾ എണ്ണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലീഡ് ഇനിയും ക്രമാനുഗതമായി വർദ്ധിക്കുമെന്ന് ഉറപ്പിക്കാം. അതുപോലെ തന്നെ നേരത്തെ ശ്യാംബാബു പറഞ്ഞതുപോലെ ഒരു തരത്തിലും ആർക്കും മെജോറിറ്റി പ്രവചിക്കാൻ കഴിയാത്ത ഒരു പ്രാഥമികമായ റിസൾട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട് രഞ്ജിത്തേട്ടാ. കാരണം ആദ്യത്തെ ഈ ഒരു 17 വാർഡുകൾ, ഇതിലൊരു ശക്തമായ മുന്നേറ്റം BJP കാണിച്ചാലേ പിന്നീട് ചില വാർഡുകളിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും സ്വാധീന മേഖലകളിലേക്ക് പിടിച്ചു നിർത്താനാവൂ. അതെ, കറക്റ്റ് ആണ്. അപ്പൊ ആ ഒരു ഘട്ടത്തിലാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. നേമത്ത് ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ BJP-യുടെ 80 വോട്ടുകൾ, രാജീവ് ചന്ദ്രശേഖർ മുന്നിലാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്. പൂഞ്ഞാറിലും പുതുപ്പള്ളിയിലും UDF-ന്റെ ലീഡാണ്. ലീഡ് കുറയാണ്. വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ്. പൂഞ്ഞാറിലും പുതുപ്പള്ളി ലീഡ് കുറയാണ്. അല്ലേട്ടാ, പുതുപ്പള്ളി ലീഡ് ഉമ്മന്റെ ലീഡ് കുറയുന്നു. പുതുപ്പള്ളി 270 കുറഞ്ഞു, പൂഞ്ഞാറിൽ 98. കളമശ്ശേരിയിൽ സ്ട്രോങ് റൂം പൂട്ട് പൊളിച്ചാണ്. എന്റെ അമ്മേ. അപ്പോൾ മഞ്ചേശ്വരത്ത് ഇപ്പോഴും K. സുരേന്ദ്രൻ തന്നെ ലീഡ് ചെയ്യുകയാണ്. കാസർഗോഡ് ML അശ്വനിക്ക് ലീഡുണ്ട്. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ, ഒപ്പം നേമത്ത് രാജീവ് ചന്ദ്രശേഖർ, ചാത്തന്നൂരിൽ BB ഗോപകുമാർ. അങ്ങനെ 5 സ്ഥലങ്ങളിൽ NDA-യുടെ ലീഡ് നമുക്ക് കാണാൻ. അറിയേണ്ടത് തിരുവല്ലയിൽ നിലവിൽ UDF-നാണ് ലീഡ്. അത് എങ്ങനെ വേണേ മാറി പറയാം. പോസ്റ്റൽ വോട്ടുകൾ മാത്രം എണ്ണി തുടങ്ങുമ്പോൾ UDF-നാണ് ലീഡ്. ഇപ്പോൾ നിലവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ കേരളത്തിൽ കാണുന്നത്. 70 ഇടങ്ങളിൽ UDF, 62 ഇടങ്ങളിൽ LDF. ഒരു പക്ഷേ ഇഞ്ചോടിഞ്ച് അങ്ങനെ തന്നെ പറയാം, അല്ലെ? ഇഞ്ചോടിഞ്ച് തന്നെയാണ്. അപ്പൊ ഫോട്ടോ ഫിനിഷിലേക്കാണോ പോകുന്നത്? ഫോട്ടോ ഫിനിഷ് നേമത്ത് ലീഡ് 56 കുറഞ്ഞിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ. പക്ഷേ എങ്കിലും ഗൗതം ശ്യാം 30 സെക്കൻഡ് കൊണ്ട് ബംഗാൾ, തമിഴ്നാട്, പുതുച്ചേരി, അസം അപ്ഡേറ്റ്സ്. തമിഴ്നാട്ടിൽ DMK 71, AIDMK 7, TVK 3. ട്രെൻഡ് ആണോ എന്നറിയില്ല. റിസോർട്ട് ബുക്ക് ചെയ്ത് വെറുതെ ആയില്ല വിജയ്. ബംഗാൾ TMC 90, BJP 91. പുതുച്ചേരി കേവല ഭൂരിപക്ഷത്തിന് 16 സീറ്റുകൾ വേണ്ട പുതുച്ചേരിയിൽ NDA ഇതിനകം 13 സീറ്റിൽ ലീഡ്. ആദ്യമായ 4 ലീഡിലേക്ക് ചേലക്കരയാണ്. ഇടതുപക്ഷ സ്ഥാനാർത്ഥി UR പ്രദീപിന്റെ ലീഡ് 1000 വോട്ടുകൾ പിന്നിട്ടിരിക്കുകയാണ്. കൃത്യമായി പറഞ്ഞാൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ട കേരളത്തിലെ ആ നമ്പർ ഇതുവരെ ഒരു മുന്നണിയും കടന്നിട്ടില്ല. അപ്പുറത്തേക്ക് 69 UDF വന്നു. ഞാനത് നോക്കി നിൽക്കുകയായിരുന്നു. LDF 63, NDA 5. അങ്ങനെ ആരും നമ്പറിലേക്ക് ആദ്യം എത്തും. പ്രധാനപ്പെട്ട ചില മണ്ഡലങ്ങളിലൂടെ ഉമാ തോമസ് മുന്നിട്ട് നിൽക്കുമ്പോൾ തൃത്താലയിൽ MP രാജേഷ് പിന്നിൽ തന്നെ തുടരുന്നു. പോസ്റ്റൽ വോട്ട് എണ്ണിക്കഴിയുമ്പോൾ
കോവളത്ത് എം വിൻസെന്റ് മുന്നിൽ നിൽക്കുന്നു. പാലായിൽ മാണി സി കാപ്പൻ, ഹരിപ്പാട് ചെന്നിത്തല, രമേശ് ചെന്നിത്തല. തിരുവനന്തപുരം സെൻട്രലിൽ CP ജോണിന് ലീഡുണ്ട്. ചാത്തന്നൂരിൽ NDAയുടെ ലീഡ് പോയിരിക്കുകയാണ്. CP ജോൺ എത്രയോ വർഷങ്ങളായി അദ്ദേഹം മത്സരിക്കുകയാണ്. ഈ തവണ ലീഡുണ്ട്. ലീഡുണ്ട് പറയാറായിട്ടില്ല. ബംഗാൾ അവസാനത്തെ ഒരു TMC 102, ഒരു ആവശ്യമില്ല കേട്ടോ ബംഗാളിന്റെ കാര്യം പറയാം. TMC 102, BJP 101 ആണ്. ഇത് വല്ലാത്ത അവസ്ഥയിലോട്ടാ ബംഗാൾ പോകുന്നത്. പെരുമ്പാവൂരിൽ UDF സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്നു, പറവൂരിൽ UDF സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്നു, അങ്കമാലിയിൽ UDF ലീഡ് ചെയ്യുന്നു, ആലുവയിൽ UDF ലീഡ് ചെയ്യുന്നു. അല്ല, അതിനു മുമ്പ് ഞാൻ പറഞ്ഞോട്ടെ, പാലായിൽ UDF സ്ഥാനാർത്ഥിയുടെ ലീഡ് കുറയുന്നുണ്ട്. ഇനി രാജീവിലേക്ക്. രാജീവ്, എന്താണ് ഫലസൂചന, എന്താണ് ട്രെൻഡ്? സ്വാഗതം. തീർച്ചയായും പ്രദീപുള്ള ശ്യാം, നമ്പ്യാർ, ഗൗതം, ഏതായാലും എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിവെക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഒപ്പത്തിനൊപ്പമുള്ള ഒരു ഫലസൂചനകളാണ് ആദ്യഘട്ടത്തിൽ പുറത്തു വരുന്നത്. EVM എണ്ണി തുടങ്ങിയിരിക്കുന്നു. EVM എണ്ണി തുടങ്ങുമ്പോൾ ലഭിക്കുന്ന ആദ്യഘട്ട സൂചനകൾ നോക്കുകയാണെങ്കിൽ NDAയുടെ ആത്മവിശ്വാസം, അല്ലെങ്കിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ പറഞ്ഞതുപോലെ തന്നെ NDA ഒരു മുന്നേറ്റം ഉണ്ടാക്കുന്നു. അതായത് UDFും LDFും ഒപ്പത്തിനൊപ്പം മുന്നോട്ട് പോകുന്നു. ഇതിനൊപ്പം തന്നെ NDAക്ക് ആത്മവിശ്വാസം ഉയർത്തിക്കൊണ്ട് NDAക്ക് ഒരു നേട്ടമുണ്ടാക്കാനുള്ള സാഹചര്യങ്ങളിലേക്ക് എത്തുന്നു. അവർ പ്രതീക്ഷ പുലർത്തിയ മണ്ഡലങ്ങളിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിനൊപ്പമാണ്